എൻ്റെ പേര് ജോൺ ഗച്ചർമറ്റും എന്നാണ്. ഞാനൊരു അധ്യാപകനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ 10ാമത്തെ വയസ്സിറങ്ങി പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ സമഗ്രമായ വളർച്ച ലക്ഷ്യമാക്കി പല പരിപാടികളും ആസൂത്രണം ചെയ്തു. ഞാൻ അംഗമായിരിക്കുന്ന സ്കൂളിലെ 2 കുട്ടികളെ എൻ്റെ സംസ്ഥാന നേതാക്കളായി തിരഞ്ഞെടുക്കുവാൻ എനിക്ക് സാധിച്ചു. 2 പേര് സംസ്ഥാന സെക്രട്ടറിമാരായി വന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിരുന്നു. ഈ സമയത്ത് കുട്ടികളുടെ ദീപികയുടെ ആൾക്കാർ വിളിച്ചു കൂട്ടി 1,00,000 അംഗങ്ങളായത് എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. പലരും പറഞ്ഞു എറണാകുളത്തുകാർ ഞങ്ങൾ നടത്തിക്കൊള്ളാം, കോതമംഗലക്കാർ പറഞ്ഞു ഞങ്ങൾ നടത്തിക്കൊള്ളാം, ചങ്ങനാശ്ശേരിക്കാർ പറഞ്ഞു അവർ നടത്തിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ കൊച്ചേട്ടൻ പറഞ്ഞു ആര് നടത്തിയാലും കുഴപ്പമില്ല, ഭംഗിയാകണം, അത് സകല സ്ഥലവും അവിടെ തന്നെ വഹിക്കണം, അല്ലാണ്ട് ഞങ്ങൾ ദീപികയൊന്നും തരികയില്ല എന്ന് പറഞ്ഞു. ഉടനെ വാഗ്ദാനം ചെയ്തതെല്ലാം പിന്മാറി. അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാ നടത്താമോ എന്ന് ചോദിച്ചു. ഞാൻ നടത്താം, പണമൊന്നും തരികയും വേണ്ട, പക്ഷെ ഒരു കാര്യം പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടുവന്ന് പരിപാടി നടത്തണം എന്നുള്ളതാണെന്ന് പറഞ്ഞു. ഉടനെ കോൺഗ്രസിലോട്ട് ആലോചിച്ചു ആരാ പ്രഗത്ഭർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ രാഷ്ട്രപതി, അതല്ലെങ്കിൽ ദലൈലാമയെ പോലുള്ള അന്താരാഷ്ട്ര പ്രശസ്തിയെച്ച ആൾക്കാർ വരണം എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. ഓ വലിയ പ്രയാസമായി, എന്നാലും നോക്കാമെന്ന് പറഞ്ഞു. അവസാന ഒരു ദിവസം, അന്ന് അടിയന്തരാവസ്ഥ കാലമാണ്, ഇന്ദിരാഗാന്ധി വരാമെന്ന് സംബന്ധിച്ചു. 2 ആഴ്ച കൊണ്ട് പരിപാടികളെല്ലാം നടക്കണം. കമ്മിറ്റി കൂടി, പാലായിലെ കമ്മിറ്റി കൂടി, പ്രമുഖരായ എല്ലാ നേതാക്കളും അതിനകത്ത് വന്നു. ഒരു ദിവസം 1976 ഫെബ്രുവരി മാസം 6-ാം തീയതി ഇന്ദിരാഗാന്ധി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 1,00,000 കുട്ടികളെ അതിനകത്ത് പങ്കെടുപ്പിക്കണം. എങ്ങനെ പങ്കെടുപ്പിക്കാൻ സാധിക്കും? ഞങ്ങൾ എല്ലാ പള്ളികളിൽ കൂടെയും പോയി സ്കൂളിലെ കുട്ടികളെ കണ്ടു. അവിടുത്തെ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു ഇന്ദിരാഗാന്ധി വരുന്നു, നിങ്ങളുടെ പിള്ളേരെ എല്ലാം കൂടെ കൊണ്ടുവരണം, ഞങ്ങൾ വണ്ടി വിട്ടു തരും, അതേ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 10,000-10,000 പേര് കൂടുന്നത് ഞങ്ങളുടെ പിള്ളേർ വന്നാൽ കുഞ്ഞു പിള്ളേരാണ്, അവരങ്ങനെ സംരക്ഷിക്കും, ആ കാര്യം ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. 6-ാം തീയതി രാവിലെ 1,00,000 കുട്ടികളെ ഞങ്ങൾ എല്ലാ സ്കൂളുകളിൽ നിന്നുമായിട്ട് പാലായി കൊണ്ടുവന്ന് അണിനിരത്തി. അവിടുന്ന് നേരെ കൊട്ടാരമറ്റം മൈതാനത്തേക്ക് പോയി, അവിടെ നേരെ കോളേജ് മൈതാനത്തേക്ക് പോയി. അവിടെയാണ് ഇന്ദിരാഗാന്ധി വരുന്നത്. ആ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു, 7,00,000 പേര് വന്നു എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത്രയൊന്നും ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു. അത് 1,00,000 കുട്ടികളാണ് വന്നത്. അവരെ എല്ലാം കൂടെ എങ്ങനെ സംരക്ഷിക്കും? ഒരു കുഴപ്പവും ഉണ്ടായില്ല. അവസാനം 10-12 പേർക്ക് ഇന്ദിരാഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത് പോയി നിൽക്കാൻ അവസരം തന്നു. എന്നോട് പറഞ്ഞു ഇന്ദിരാഗാന്ധി സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവിടെ നിരയായിട്ട് നിൽക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, കാരണം എനിക്ക് ഈ കുട്ടികളുടെ ഉത്തരവാദിത്വമുണ്ട്, ഞാൻ കുട്ടികളുടെ ഇടയിൽ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞു. ഒരുപാട് ഓറഞ്ചുകളും വെള്ളങ്ങളുമായിട്ട് ഒരു ഓൾഡിയ സംഘം വന്നു. ചിലരെ വെയിലേറ്റ് മറിഞ്ഞു വീഴുന്നു. ഇതെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തും. അതൊന്നും ഒരു കുഴപ്പവുമില്ലാതെ കൊണ്ട് ജീവിച്ചു. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം തിരിച്ചു പോയി. വെന്തേറെ ആൾക്കാരോട് കൂടി ജനങ്ങൾ എങ്ങനെ വന്നു. ഈ അടിയന്തരാവസ്ഥക്കാലമായ കാരണം വളരെ നിഷ്കർഷയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം നടത്തിയത് അതാണ്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ എനിക്ക് ആത്മധൈര്യമുണ്ടായത്. ഇന്ദിരാഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥക്കാലത്തേക്ക് ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ യോഗം എനിക്ക് ആത്മധൈര്യമുണ്ടായി.
ഞാനിന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് പല പ്രദേശങ്ങളിലും മഹായോഗങ്ങൾ സംഘടിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഇത് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നടന്നു. 1979 തിരുവനന്തപുരത്ത് പ്രകടനം നടത്താൻ തീരുമാനിച്ചു. അന്ന് ഈ ദളിത് വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ സമരം നടത്തിയത്. യഥാർത്ഥത്തിൽ അന്ന് ഇതുവരെ ഒരിത്തർക്കും നടത്താൻ സാധിക്കാത്ത വിധത്തിൽ തിരുവനന്തപുരത്തെ സർക്കാർ വക സ്റ്റേഡിയത്തിലാണ് സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ യോഗം നടത്തിയത്. അത് തരുന്നതിനെപ്പറ്റി പലർക്കും സംശയമുണ്ടായിരുന്നു. കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അന്ന് KM മാണി അതിനകത്ത് ഇടപെട്ടു. തീർച്ചയായും അത് തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഗവൺമെന്റിനെ വിമർശിക്കാനായിട്ട് കൂടുന്നത്, ഗവൺമെന്റിനെ വിമർശിക്കാൻ കൂടുന്ന യോഗത്തിൽ ഗവൺമെന്റിന്റെ ഓഡിറ്റ് തരുന്ന ഒരുപക്ഷെ ശരിയല്ലായിരിക്കാം, അതൊന്നും കുഴപ്പമില്ല, ധൈര്യമായിരിക്കും, ഞാൻ ഏറ്റിരിക്കുമെന്ന് പറഞ്ഞു. IG-യോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. IG എഴുതി തന്നു. അങ്ങനെ അവിടെ വെച്ച് നടത്തി. യഥാർത്ഥത്തിൽ അത് രാവിലെ 7 മണിക്ക് ആരംഭിച്ച് ആ പ്രകടനം ഉച്ചയായപ്പോഴേക്കും അവിടെ എത്തി. വൈകിട്ടായപ്പോഴേക്കും എത്ര ലക്ഷം വന്നു എന്ന് നമുക്കറിയത്തില്ല. അന്നത്തെ മഹായോഗത്തിൽ സഗ്മ വന്നു. അതുപോലെ തന്നെ കേരളത്തിലെ 26 മെത്രാന്മാർ പങ്കെടുത്തു. MLA-മാരായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അതിഭയങ്കരമായ സമ്മേളനമായിരുന്നു. ജീവിതത്തിൽ ഈ സമ്മേളനം പ്രകടനം നടത്താൻ സഹായിച്ചത് തീർച്ചയായും ഇന്ദിരാഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് 76 നടത്തിയ ആ പ്രകടനമാണ് എനിക്ക് ആത്മധൈര്യം നൽകിയത്. ഇത്രമാത്രം ജനങ്ങളെ എങ്ങനെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ ഇന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. വളരെയധികം ജനങ്ങൾ തിങ്ങിക്കൂടി. അവിടെ നമ്മുടെ അവകാശങ്ങൾ പറഞ്ഞു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറ്റു സംഭവം നടന്നത്. ഇതിനു ശേഷമാണ് കരിയാറ്റിയുടെ മെത്രാഭിഷേകത്തിൻ്റെ 200-ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇതെവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾ ഉടൻ തന്നെ പോയി. എറണാകുളത്തെ ആലുവായിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം, ആലങ്ങാടാണ്. അവിടെ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. നടത്താം, പക്ഷേ ചെറിയ തോതിലേ നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തോതിൽ വലിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റിയല്ല എന്ന്. പിന്നെ എങ്ങനെയാണ്? ഞങ്ങൾ ചിന്തിച്ചു. അദ്ദേഹത്തിന് പ്രവർത്തന കേന്ദ്രമായ എറണാകുളത്ത് പോയി ചോദിച്ചു. അവരും പറ്റൂ, വലിയ സമ്മേളനം നടത്താൻ പറ്റിയാന്ന് പറഞ്ഞു. വലിയ സമ്മേളനം നടത്താൻ പറ്റുമെങ്കിൽ മാത്രമേ ഞങ്ങൾ നടത്തുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പെടുത്തും. ഇങ്ങനെ ഇരുന്ന അവസാനം ഒരിടവും ഇല്ലാതെ വന്നപ്പോൾ കരിയാറ്റിയുടെ കൂട്ടത്തിൽ റോമിലേക്ക് പോയവൻ ഗവർണറായിരുന്നു, പാറമ്പാക്കം ഗവർണർ. അങ്ങയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ രാമപുരം ഭരണാപ്പള്ളിയിലായിരുന്നു. അവിടുത്തെ വികാരിസിന് ഞാൻ ചോദിച്ചു, ഇവിടെ വെച്ച് നമുക്ക് നടത്തിയാലോ ചോദിച്ചു. നടത്താമെന്ന് പറഞ്ഞു. ഗംഭീരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞു. ശരി, ആരെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെ വരണം. അതൊക്കെ വേറെ കാര്യമില്ല എന്ന് പറഞ്ഞു. അവസാനം രാഷ്ട്രപതി പരിപാടിക്ക് വരാമെന്ന് സമ്മതിച്ചു. പെട്ടെന്നൊരു ദിവസം 3 ആഴ്ചയോ അവധി തന്നുള്ളൂ. ഒരു ദിവസം ആ ഡേറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു? ഞങ്ങൾ വീണ്ടും പോയി അപേക്ഷിച്ചു. അത് MN ജേക്കബിൻ്റെ കഴിവുകൊണ്ടുകൂടിയാണ്. MN ജേക്കബ് നിർബന്ധിച്ചു, രാഷ്ട്രപതി വരാമെന്ന് പറഞ്ഞു. നമ്മുടെ രാമപുരത്തെ സ്കൂളുകൾ നിങ്ങൾക്കറിയാം. ആ സ്കൂളുകളിലെ സകല ഓടുകളും നിർത്തി താഴെ വെച്ചു. കാരണം ട്രയലായിട്ട് ഒരു ദിവസം ഹെലികോപ്റ്റർ വന്നിറങ്ങും. ആ വന്നിറങ്ങുമ്പോൾ ഓടുകളെല്ലാം പറന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം, നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് ഓടുകളെല്ലാം നിർത്തി താഴെ ഇറക്കണം എന്ന് പറഞ്ഞു. 10,000-15,000 ഓടുകളുണ്ട്. ഞങ്ങൾ രാത്രി 12 മണിക്കാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ജോലിക്കാരെയും അധ്യാപകരെയും എല്ലാം വിളിച്ചു കൂട്ടി ആ ഓട് താഴെ ഇറക്കി 8 മണിക്ക് മുമ്പ്. അതുകൊണ്ട് യാതൊരു അപകടവും ഉണ്ടായില്ല. ഓടുക അതിനുവേണ്ടി ഒരുപാട് ചെലവുകൾ വന്നു എന്ന് മാത്രം. ഭയങ്കരമായൊരു ആൾക്കൂട്ടമായിരുന്നു രാമപുരത്ത് നടന്നത്. അതിനോടനുബന്ധിച്ച് അനുബന്ധമായ ചർച്ചാ സമ്മേളനങ്ങൾ പലതും നടന്നു. ചരിത്ര സമ്മേളനം നടന്നു, സാംസ്കാരിക സമ്മേളനം നടന്നു, ലോകപര്യടനത്തെ പറ്റി പറഞ്ഞു.
ഇന്ത്യയുടെ ദേശീയ നവോത്ഥാനത്തിൽ നാം വഹിച്ച പങ്കിനെ പറ്റിയെല്ലാം പ്രത്യേകമായ ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഭയങ്കരമായ ഒരു പരിപാടിയായിരുന്നു. രാമപുരം പള്ളി മൈതാനം നിറഞ്ഞ ആളുകളായിരുന്നു. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സെക്യൂരിറ്റിക്കാരാണ്. നമ്മൾ വിചാരിക്കുന്നതിന് മുഴുവൻ നടത്താൻ അവർ സമ്മതിക്കില്ല. നമ്മൾ ഇടുന്നത് ഒരു സ്റ്റേജ് തയ്യാറാക്കിയാണെങ്കിൽ ആ സ്റ്റേജിൻ്റെ ഓരോ കല്ലും എടുത്തു വെക്കുമ്പോൾ പോലീസ് നിരീക്ഷിക്കണം. വല്ല ബോംബും ഒക്കെ വെക്കുന്നതായിരിക്കും സംശയം. ഏതായാലും വളരെ വിപുലമായ തോതിൽ ആ പരിപാടി നടത്തി. ഇതെൻ്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ അനുഭവമായിരുന്നു. ഇന്ദിരാഗാന്ധിയെ പങ്കെടുപ്പിച്ചു, അതുപോലെ തന്നെ രാഷ്ട്രപതിയെ പങ്കെടുപ്പിച്ചു, സെയിൽ സിംഗ്, ജ്ഞാനി സെയിൽ സിംഗ്. പിന്നീട് എന്താ പരിപാടി, അതുപോലെ പല പരിപാടികൾ നടത്താൻ സൗകര്യപ്പെട്ടായി. ഓരോ കാര്യത്തെപ്പറ്റി ആലോചിച്ചു. ദീപികയുടെ 100-ാം വർഷം ആഘോഷിക്കണം. അന്നൊരു 33 അംഗ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പണക്കാരും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരുമായ 33 പേരാണ്. ചെലവുകൾ ഭയങ്കരമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് എന്നെയാണ് നിയമിച്ചത്. ആരെ വേണം വിളിക്കേണ്ടത്? ഒരുപാട് പേര് ചോദിച്ചു. കേന്ദ്രമന്ത്രിമാരൊക്കെ സംബന്ധിച്ചു. പക്ഷേ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം വന്നു. സന്തോഷമായി. രാജീവ് ഗാന്ധിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതേപറ്റി ഒരുക്കങ്ങൾ നടന്നു. അന്ന് അടിയന്തരാവസ്ഥയൊന്നുമില്ല. രാജീവ് ഗാന്ധി വളരെ സുന്ദരനാണെങ്കിലും വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരു ജനകീയനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ കോട്ടയത്ത് മൈതാനത്തേക്ക് ഹാജരായി കഴിഞ്ഞപ്പോൾ 12 പേർക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും കൈ കൊടുക്കാനുള്ള അവസരം തന്നു. ഞങ്ങൾ 12 പേർ നിരന്നു നിന്നു. രാജീവ് ഗാന്ധി ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്ക് രാഷ്ട്രീയക്കാരെല്ലാം അങ്ങോട്ട് വന്ന് ഇടിച്ചു പൊളിച്ച് തകർത്തു. ഞങ്ങളുടെ ഗ്രൂപ്പ് പോയി ഞങ്ങളെ കാണികലാന്ന് വിചാരിച്ചു. ദേഷ്യം വന്നിട്ട് ഞങ്ങൾ മാറി നിന്നു. ഞാൻ മാറി നിന്ന് കഴിഞ്ഞു. അപ്പോൾ ബാക്കി ആരെ ഒന്നും കൈ കൊടുക്കാൻ പറ്റിയില്ല. ഞാനങ്ങ് മാറി നിന്ന സ്ഥലത്താണ് രാജീവ് ഗാന്ധി വന്ന് ഗേറ്റിലെ മുകളിലേക്ക് കയറാനായിട്ട് പോകുന്നത്. ഉടനെ ദീപികയുടെ പത്രാധിപര് വിക്രസൻ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ കൺവീനറാണ്, ഇദ്ദേഹമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്, ജോൺ കച്ചർ മറ്റാണ് കത്തോലിക്ക കോഡ് സെക്രട്ടറിയാന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് കയറാനായിട്ട് കാലെടുത്ത് വെച്ച രാജീവ് ഗാന്ധി തിരിച്ചു വന്നു, എനിക്ക് കൈ തന്നു. അന്ന് 10-50 പേർ നേതാക്കന്മാർ MLA-മാരും ഒക്കെ ഇവിടെ വന്നു. പക്ഷേ അവർക്കൊക്കെ നിൽക്കുന്ന കാരണം ഒന്നും നടത്താൻ സാധിച്ചില്ല. എനിക്ക് വളരെ സൗകര്യമായി കൈ തന്നു. അദ്ദേഹം പോയി. പിറ്റേ ദിവസം പത്രത്തിൽ ഞാനും രാജീവ് ഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ് കൊണ്ടു. ഏതായാലും അതിൻ്റെയൊക്കെ ആ ഉത്തരവാദിത്വം അതിഭയങ്കരമായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള സമ്മേളനങ്ങളായിരുന്നു ഇത്. ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്താൻ സാധിച്ചു. 2 പ്രധാനമന്ത്രിമാരെ പങ്കെടുപ്പിച്ചു, രാഷ്ട്രപതിയെ പങ്കെടുപ്പിച്ചു. ശങ്കർദയാൽ ശർമ്മ എറണാകുളത്ത് വന്നു. പൊതുയോഗമല്ല, ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിനുമായിട്ടൊരു യോഗം ഞങ്ങൾ നടത്തി. ചുരുക്കം കുറച്ച് പ്രമാണികളായ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അതിഭയങ്കരമായ ഒരു സമ്മേളനമായിരുന്നു. അല്ലെങ്കിലും പൊതുയോഗം അല്ലെങ്കിലും നല്ല ഒരു ഇംപ്രഷൻ ഉണ്ടായി. ശങ്കർദയാൽ ശർമ്മയുമായിട്ടും ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചു. പിന്നീട് പല അവസരങ്ങളിലും പല സന്ദർഭങ്ങൾ നടത്തി. അന്ന് നമ്മുടെ രാജ്യത്ത് ആദിവാസികളുടെ ഇടയിൽ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ആദിവാസികളുടെ ഇടയിൽ പഠനം നടത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. എങ്ങനെയാണ് പഠനം നടത്തേണ്ടത് നിങ്ങൾ ആലോചിച്ചു. ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ആദിവാസി കേന്ദ്രങ്ങളിലേക്ക് പോയി. 18 ദിവസം ഞങ്ങൾ ആദിവാസി മേഖലകളിൽ കൂടി കറങ്ങി അവരുടെ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചു, പഠിച്ചു. നല്ലൊരു റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പത്രങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ലേഖനങ്ങൾ എഴുതി. അതെല്ലാം ഭംഗിയായിട്ട് വന്നു. അന്ന് ഗുരുപാദസ്വാമിയാണ് ഈ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഉള്ള കേന്ദ്രമന്ത്രി. ഗുരുപാദസ്വാമി ഗസ്റ്റ് ഹൗസ് വന്നു എറണാകുളത്ത്. ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഞങ്ങളെടുത്ത ചിത്രങ്ങളും ലേഖനങ്ങളും എല്ലാം അദ്ദേഹത്തെ കാണിച്ചു. വെല്ലിംഗ്ടൺ അവിടെ ഉണ്ടായിരുന്നു. വെല്ലിംഗ്ടൺ ഇതെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തി ഗുരുപാദസ്വാമി. ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ഭയങ്കരമായൊരു പരിപാടി
തയ്യാറാക്കി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് ഇതിൽ തുടർ പ്രവർത്തനം നടത്താൻ 3 കോടി രൂപ ഞാൻ ആരോടും ചോദിക്കാൻ നിൽക്കാൻ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞു. 3 കോടി രൂപ അത് നിങ്ങൾ പരിപാടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ഒരു ആദിവാസിയാണെന്ന് തോന്നുന്നത് ഗുരുപാദസ്വാമി. അദ്ദേഹം വളരെ സന്തുഷ്ടനായി വന്ന് 3 കോടി രൂപ ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. യാതൊരു തീരുമാനവും മന്ത്രിസഭ എടുക്കാതെ കൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ നോക്കി, പക്ഷേ ഞാനിത് സ്കൂളിൽ പഠിപ്പിക്കുകയാണല്ലോ, അങ്ങനെ പോകാൻ പറ്റില്ല. എൻ്റെ നിയമല്ല അത്. ഞാൻ എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് കേരള എക്യുമെനിക്കൽ യൂത്ത് മൂവ്മെൻറ്റ്. അതിൻ്റെ പ്രസിഡന്റ് ഞാനായിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കും, നടത്താവുന്ന പറഞ്ഞു. ഞാൻ പിന്നീട് ആലോചിച്ച് പറയാവുന്ന പറഞ്ഞു. ഞാനിവിടെ നിന്ന് എല്ലാവരുമായിട്ട് ആലോചിച്ചു. ഇതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ മനസ്സിലാക്കണം. എത്രയോ രൂപ നമ്മൾ ചിലവാക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു വനിതയും കൂടെ കൂടി ചേർക്കുമ്പോൾ അവരെല്ലാം അതിനെന്തെങ്കിലും വെട്ടിപ്പിരി നടക്കുമോ കള്ളം നടത്തുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഞാനതിന് തയ്യാറായില്ല. എങ്കിലും ഗുരുപാദസ്വാമി ഡൽഹിയിൽ ചെന്നിട്ട് വീണ്ടും എഴുതി ചോദിച്ചു, നിങ്ങൾക്ക് പരിപാടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, 1 or 2 പേരൊക്കെ ചെയ്യാം, അല്ലാണ്ടൊരു ദീർഘമായൊരു പ്രോജക്റ്റ് നടത്താനുള്ള സംവിധാനം ഞങ്ങൾക്കില്ല. ഗവൺമെൻറ് വരികയാണെങ്കിൽ ഞങ്ങൾ അതിനോട് സമ്മതിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ആദിവാസികളുടെ റിപ്പോർട്ട് ആദ്യമായി നടത്തിയത് ഞങ്ങളാണ്.